നമ്മുടെ സംസ്ഥാനത്ത് PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ധനസഹായം വാങ്ങുന്നവർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇലക്ട്രോണിക് KYC പോലുള്ള കുറച്ച് കാര്യങ്ങളിൽ വീണ്ടും KYC ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകളായിരുന്നു ഷെയർ ചെയ്തത്. നമ്മളൊരിക്കൽ ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പോലെയുള്ള പ്രക്രിയ ചെയ്തിട്ടുള്ളതാണ്. അതായത് യഥാർത്ഥ കർഷകരാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിക് KYC കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. കഴിഞ്ഞ മാസം 19-ാം തീയതി നമുക്ക് ഒരു ഗഡു ലഭിക്കുകയും ചെയ്തു. അതാകട്ടെ 21ാമത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് വിതരണം ചെയ്തത്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അർഹതയുള്ള കർഷകർക്ക് ഇപ്പോഴും അപേക്ഷകൾ വയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ടത് അവർ 2018-19 കാലയളവിൽ ഭൂമിയുള്ള വ്യക്തികളായിരിക്കണം. അതായത് ഭൂമിക്ക് കരമടച്ചു വരുന്നവർ ആയിരിക്കണം എന്നർത്ഥം. അന്നത്തെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി 2018 ശേഷമൊക്കെ ഭൂമി വാങ്ങിയവരുടെ രജിസ്ട്രേഷൻ ആയോ എന്ന് ഒരുപാട് ആളുകൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ പുതിയ രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ആയിട്ടില്ല. അതിനുശേഷം ഭൂമി വാങ്ങിയവരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് ചേരാനായിട്ട് സാധിക്കില്ല. എന്നാൽ 2018-നകം മുൻപ് ഭൂമി ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ഇതുവരെ അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അർഹരാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്കീമിലേക്ക് ചേരാം. അതിൻ്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നതായിരിക്കും. അതായത് സംസ്ഥാനതല വെരിഫിക്കേഷൻ, കേന്ദ്ര അതോറിറ്റിയുടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പൂർത്തിയായ ശേഷമായിരിക്കും നമുക്ക് ഫൈനൽ അപ്രൂവൽ ലഭിക്കുക. അതിനുശേഷമായിരിക്കും നമുക്ക് ഓരോ ഗഡുക്കളും ട്രാൻസ്ഫർ ചെയ്ത് ലഭിക്കുന്നത്. നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും നമുക്ക് ഈ ഒരു ധനസഹായം ലഭിക്കുക. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.